Dear students, welcome to Vector Academy, where learning gets direction and magnitude. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണിത്. അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻസിനെ പറ്റിയാണ്. അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ ഷേപ്പ് കൊണ്ട്, അതുപോലെ എർത്തിൽ നിന്നും മുകളിലേക്കോ അല്ലെങ്കിൽ എർത്തിന് അടിയിലേക്കോ നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, അതുപോലെ തന്നെ എർത്തിൻ്റെ റൊട്ടേഷൻ ഉണ്ടാകുന്ന വേരിയേഷൻ ആക്കിയിട്ട് ഒക്കെ എന്ത് ചെയ്യും, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വാല്യൂസിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷനാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, വേരിയേഷൻ ഓഫ് ജി ആസ് വി ഗോ എബവ് ദ സർഫസ് ഓഫ് എർത്ത്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് വേരിയേഷനാണ് ഉണ്ടാകുന്നത്. എർത്തിൻ്റെ സർഫസിൽ ഒരു ആവറേജ് വാല്യൂ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എത്രയായിരുന്നു, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒരു ഒബ്ജക്റ്റ്, എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് എർത്തിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതായത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ആ ഒബ്ജക്റ്റിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് എഴുതാം, ആർ ഇ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്, പ്ലസ് എച്ച് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ജനറലി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുണ്ട്, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. അവിടെ എം ഇ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് മാസ് ഓഫ് ദി എർത്തും ആർ ഇ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി എർത്തുമാണ്. അതാണ് നമുക്ക് ജനറൽ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. എന്നാൽ ഇപ്പോൾ എം മാസുള്ള ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്, സർഫസിലല്ലോ ഇരിക്കുന്നത്, എച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ആർ ഇക്ക് പകരം എന്ത് കൊടുക്കണം, ആർ ഇ പ്ലസ് എച്ച് എന്ന് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എഴുതിയിരിക്കുന്നത്. പുതിയ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി ഇക്വേഷൻ നമ്പർ 1 നിന്നും നമുക്ക് ജി എം ഇക്ക് വരെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ജി ആർ ഇ സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം, ജി എം ഇൻറ്റു ഇ എന്ന് എഴുതാം. ആ ജി എം ഇക്ക് വരും, രണ്ടാമത്തെ ഇക്വേഷനിലെ ജി എം ഇക്ക് വരും നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജി ആർ ഇ സ്ക്വയർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ എന്താകും, ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അതിൽ നിന്നും ആർ ഇ, ഡിനോമിനേറ്ററിൽ നിന്നും ആർ ഇ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും, ഫസ്റ്റ് ടേമിൽ നിന്ന് ആർ ഇ പോയി കഴിഞ്ഞാൽ അവിടെ 1 പ്ലസ് രണ്ടാമത്തെ ടേമിൽ ആർ ഇ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എച്ച് ബൈ ആർ ഇ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ള ഏത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ആർ ഇ സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ജി ഡാഷ് ഈസിക്കൽ ടു എന്ത് കിട്ടും, ജി ബൈ 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ഇ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ, പുതിയ ജി ഡാഷ് കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ. ഇനി നമ്മളൊരു സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഡിനോമിനേറ്ററുള്ള ടേമിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ പവർ റേസ്റ്റ് 2 എന്നുള്ളത് -2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഇ ദി ഹോൾ റേസ് ടു എന്ത് വരും, -2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ, നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് എക്സ് ദി ഹോൾ റേസ് ടു -n എന്ന് പറയുന്നതിനെ നമുക്ക് ബൈനോമിയലി എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, 1 മൈനസ് എൻ എക്സ് എന്ന് എക്സ്പാൻഡ് ചെയ്യാം. ആ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജി ഡാഷ് ഈസിക്കൽ ടു എന്ത് കിട്ടും, ജി ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ -2 ആണ്. അപ്പം 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം, ആർ ഇ എന്ന് എഴുതാം. അവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ, എച്ചിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ജി ഡാഷ്, അതായത് പുതിയ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, കുറയാണ്. അതിനർത്ഥം നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ജി ഡാഷ് ആക്സലേഷൻ എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. എപ്പം നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദി സർഫസ് ഓഫ് എർത്ത് ആണ്. ഇവിടെ എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തിരിക്കുന്നു, എർത്തിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഡെപ്തിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ എർത്തിൻ്റെ എൻറ്റയർ മാസും ഈ എം എന്ന് പറയുന്ന മാസിൽ ആക്സലേഷൻ ഉണ്ടാക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യില്ലല്ലോ. ആ എമ്മിന് മുകളിലിരിക്കുന്ന പാർട്ട് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ എമ്മിന്, അതായത് എച്ച് ഹൈറ്റ് താഴെയുള്ള എർത്തിൻ്റെ പാർട്ട് മാത്രമേ ഇവിടെ ആക്സലേഷൻ എന്ത് ചെയ്യുള്ളൂ, കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സോ ദ എൻറ്റയർ മാസ് ഓഫ് ദി എർത്ത് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ഫോർ ദി ജി.
അതായത് എർത്തിൻ്റെ മുഴുവൻ മാസും ആക്സലേഷൻ ഉണ്ടാകാൻ വേണ്ടി എന്താകില്ല, കാരണമാകില്ല. അതുകൊണ്ട് നമുക്കിവിടെ മുഴുവൻ മാസും എന്ത് ചെയ്യേണ്ട, gm/r² എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് കൺസിഡർ ചെയ്യേണ്ട. അതുകൊണ്ട് നമ്മൾ മാസിനെ എന്ത് ചെയ്യുന്നു, ഡെൻസിറ്റിയുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാണ്. നമുക്ക് നോർമലി ആക്സലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പോൾ പുതിയ പോയിന്റിലെ ആക്സലേഷൻ നമുക്ക് g' എങ്ങനെ എഴുതാം, gm', പുതിയ മാസ് m' ഡിവൈഡഡ് ബൈ ആ പുതിയ മാസ് ഉള്ള അത്രയും ഭാഗത്തിൻ്റെ റേഡിയസ് r² എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ m' ഡെൻസിറ്റിയുടെ ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ബൈ വോളിയം അല്ലേ. അതിൽ നിന്നും മാസ് എന്ത് എഴുതാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി, എർത്തിൻ്റെ പുതിയ അത്രയും പോർഷൻ്റെ മാസ് m ഡെൻസിറ്റി നമ്മൾ റോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് ഒരു പെർഫെക്റ്റ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ സ്പിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷനാണ് ഇത് 4/3 πr³. r എന്ന് പറയുന്നത് ആ ഡോട്ടഡ് സ്പേസിൻ്റെ എന്താണ്, റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ മാസ് എന്ത് എഴുതാം, m' റോ ഇൻറ്റു 4/3 πr³ എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ആ എമ്മിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് g' എന്ത് കിട്ടും, ജിക്ക് ക്യാപിറ്റൽ G, അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് മാത്രമൊന്നുമില്ല, അത് ഇതേപോലെ g ഇൻറ്റു m' പകരം എന്ത് എഴുതാം, റോ ഇൻറ്റു 4/3 πr³ ഡിവൈഡഡ് ബൈ r² എന്ന് വരും. മുകളിലൊരു r³ താഴെ ഒരു r² ഉണ്ട്, തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് വരും, ന്യൂമറേറ്ററിൽ അതാ മുകളിലൊരു r മാത്രം വരും. അതായത് g' g ഇൻറ്റു റോ ഇൻറ്റു 4/3 πr എന്ന് വരും. അതായത് അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, g' എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്, r-ന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അതായത് r കൂടുന്നതിനനുസരിച്ച്, r എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, അപ്പം ആ സ്മോൾ ഡോട്ടഡ് സ്പേസിലുള്ള അർത്ഥയും എർത്തിൻ്റെ പോർഷൻ്റെ റേഡിയസ് ആണ്. അത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, g' വാല്യൂ കൂടും. അത് കൂടി എവിടെ എത്തും, r' r ആകുമ്പോൾ എന്താവും, ശരിക്കും എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് മാറൂലേ. അപ്പോൾ അവിടെ ആയിരിക്കും എന്ത്, g' അല്ലെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആയിട്ടുണ്ടാവും. അതായത് r-ൻ്റെ സ്മോൾ ലെറ്റർ r കൂടുന്നതിനനുസരിച്ച് എന്തിൻ്റെ വാല്യൂ കൂടും, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടും. നമുക്ക് ആ ഡെപ്തിൻ്റെ ടേമിൽ, h-ൻ്റെ ടേമിൽ നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യണം. അത് നമ്മളൊരു സ്റ്റെപ്പ് കൂടി എന്ത് ചെയ്യാണ്, ഡെറിവേഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നമുക്കറിയാം റോ അതായത് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയാൽ m റോ ഇൻറ്റു 4/3 πr³ അല്ലേ. അവിടെ നിന്നും റോ എങ്ങനെ എഴുതാം, m ഡിവൈഡഡ് ബൈ 4/3 π ഇൻറ്റു എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ r³ എന്ന് നമുക്ക് കൊടുക്കാം, me ഡിവൈഡഡ് ബൈ 4/3 π r³ അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റോയ്ക്ക് പകരം ആ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, g' g ഇൻറ്റു റോയ്ക്ക് പകരം ഇത് കൊടുക്കുന്നു, me ഡിവൈഡഡ് ബൈ 4/3 π r³ ഇൻറ്റു 4/3 π r എന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, g' 4/3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി g' എന്ത് കിട്ടും, g_me ഇൻറ്റു r ഡിവൈഡഡ് ബൈ r³ എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, g_me എന്ന് പറഞ്ഞാൽ എന്താ, gr² അല്ലേ. അപ്പോൾ g_meക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു, അടുത്ത സ്റ്റെപ്പിൽ gr² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് g' gre² ഇൻറ്റു സ്മോൾ ലെറ്റർ r ഡിവൈഡഡ് ബൈ r³ എന്ന് വരും. ഓക്കെ, അപ്പോൾ re² re³ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ടുണ്ട്. അത് പരസ്പരം ക്യാൻസൽ ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും, g' g/re ഇൻറ്റു സ്മോൾ ലെറ്റർ r എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താ, ശരിക്കും ടോട്ടൽ എർത്തിൻ്റെ റേഡിയസിൽ നിന്ന് h എന്ന് പറയുന്ന പോർഷൻ കുറച്ചതല്ലേ. അപ്പോൾ r-ന് വരെ എന്ത് എഴുതാം, re - h എന്ന് കൊടുക്കാം. അപ്പം രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള r നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം, g' g ഇൻറ്റു r ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫസ്റ്റ് ടേമിൽ r ക്യാൻസൽ ആവും. അപ്പോൾ അവിടെ 1 എന്ന് വരും, മൈനസ് h എന്ന് പറഞ്ഞ ടേമിൻ്റെ കൂടെ r ഇല്ലല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് എടുത്താൽ r ഡിനോമിനേറ്ററിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് 1 - h/r എന്ന് വരും. അതായത് ആ ഡെപ്തിൻ്റെ ടേമിൽ എഴുതുവാണെങ്കിൽ പുതിയ ആക്സലേഷൻ g' എന്ത് എഴുതാം, g ഇൻറ്റു 1 - h/re എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെയും എന്താണ്, എച്ചിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്തായും കുറയും. ഇനി സെൻറ്റർ എർത്താകുമ്പോഴോ h എന്തായിട്ട് വരും, എച്ചിൻ്റെ വാല്യൂ r ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അതായത് സെൻറ്ററിൽ g യുടെ വാല്യൂ 0 ആണ്.